വീട്ടിൽ വെച്ചൊരു പ്രസവം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശുദ്ധ അബദ്ധമാണോ, അതിന് സംശയമൊന്നുമില്ല. പ്രസവം എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും പ്രകൃതിയുടെ ഒരു ഭാഗമായിട്ട് ഉണ്ടാവുന്ന എത്രയോ കാലങ്ങളായിട്ട് നടക്കുന്ന ഒരു സംഭവമല്ലേ. പക്ഷേ ഏത് സമയത്തും അത് അതിൻ്റെ കളർ മാറും. കുട്ടിയുടെ അമ്മയുടെ രണ്ട് ജീവിതം രണ്ടിനും പ്രശ്നം വരാവുന്ന കാര്യമാണ് ഈ പ്രസവം എന്ന് പറയുന്നത്. അമ്മയ്ക്ക് മാത്രമല്ല കുട്ടിക്കും പല കാര്യങ്ങൾ വരാം. പ്രസവ സമയത്തുള്ള മോണിറ്ററിങ്, അതായത് കുട്ടിക്ക് ഓക്സിജൻ കുറയാം. ഈ പ്രസവ സമയത്ത് തന്നെ പല കോംപ്ലിക്കേഷൻസ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ കോംപ്ലിക്കേഷൻസ് നമ്മൾ കറക്റ്റായ സമയത്ത് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടമാനമുണ്ടാവും. ഹെൽത്ത് കെയറിനെ പറ്റി പലർക്കും തെറ്റായ ധാരണകൾ ഒരുപാടുണ്ട്, മനസ്സിലായില്ലേ? കാരണം ഈ പ്രകൃതി ചികിത്സ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വന്നിട്ട് ആ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ നമുക്ക് ഈവൻ വൈദ്യശാസ്ത്രത്തിന് പോലും പലപ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ അമിത രക്തസ്രാവം വരുമ്പോൾ, പ്രസവ സമയത്ത് പ്രത്യേകിച്ച് അമിത രക്തസ്രാവം വരുമ്പോൾ അത് ആദ്യം തന്നെ കണ്ടുപിടിച്ച് അത് പെട്ടെന്ന് കൺട്രോൾ ചെയ്യണം. ഈ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഒരു കൗൺസിലിംഗ് വേണം. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അത് കുടുംബജീവിതത്തിലും ഇമ്പോർട്ടൻ്റ് ആണ്. കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള കൗൺസിലിംഗ് പ്രഗ്നൻസിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രഗ്നൻസിക്ക് വേണ്ടി എങ്ങനെ ക്ലാസ്സുകൾ, ഇപ്പം നമ്മുടെ ഡോക്ടേഴ്സൊക്കെ പലപ്പോഴും ഇതുപോലത്തെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്.